ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷെമി ബാസ്. അപ്പോൾ നമ്മൾ കിച്ചണിൽ കുറച്ച് പരിപാടിയിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെമീല കബാബ് ഉണ്ടാക്കുകയാണ്, ബീഫ് കബാബ്. നമ്മളൊരു ഒമാനിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ഒമാൻ എന്ന് പറഞ്ഞാൽ UAE ഭാഗമായിട്ടുള്ള ഒമാനിലേക്ക് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, വേറെ 2 ഫാമിലിയും കൂടിയുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് ചിക്കൻ കബാബും അതുപോലെ തന്നെ പ്രൗൺസും ചെയ്യാനാണ്. നമുക്ക് ബീഫ് കബാബും അതുപോലെ തന്നെ സീബ്രീനും ഹമ്മൂസൊക്കെയാണ് നമുക്കുള്ളത്. അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ്. അങ്ങനെ നമ്മൾ കെട്ടെല്ലാം കെട്ടി ഇറങ്ങുകയാണ്. ഇനി ഉച്ചക്കിലത്തേക്കുള്ള ബിരിയാണി പാർസൽ വാങ്ങിക്കണം. അപ്പോൾ വീഡിയോ കാണുക, അടിപൊളി വീഡിയോ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ മദ്ഹായ് എത്തി ഗായ്സ്. അപ്പോൾ നമുക്ക് നേരത്തെ വന്നതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ച് നല്ല സ്ഥലം കിട്ടി. അതായത് ഈ കാണുന്ന ഈ മല കണ്ടോ, മലയുടെ താഴെ ഒരു ചെറിയൊരു വാട്ടറിൻ്റെ ചെറിയൊരു സ്ട്രീമുണ്ട്. അതുപോലെ തന്നെ അപ്പുറം നല്ലൊരു ഡാം ഉണ്ട്. അതിലിപ്പം വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം ഇതാണ്. വണ്ടി പാർക്കിംഗ് സൗകര്യമുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം ഒന്നിതാണ്. ഇവിടെ നമ്മളൊരു ടെൻറ്റ് വെച്ചിട്ടുണ്ട്. അടുത്ത സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഒരു ടെൻറ്റ് വെച്ചു. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. നല്ലൊരു മുറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് നല്ലൊരു മരത്തിൻ്റെ അടിയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ബാർബിക്യൂ ചെയ്യാനും അതുപോലെ തന്നെ നല്ല ബെഞ്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഇച്ചിരി വിശ്രമത്തിലാണ്. മറ്റുള്ള ഫാമിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ UAE ഉൾപ്പെടുന്ന ഒമാൻ്റെ ഒരു എക്സ്ക്ലേവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമുക്ക് ധാരാളമായി ഒമാൻ്റെ ഫ്ലാഗും ഒമാൻ്റെ പോലീസ് സ്റ്റേഷനും ഒമാൻ്റെ സ്കൂളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ മുമ്പ് UAE രൂപീകൃതമാകുന്നതിന് മുമ്പ് ഇവിടുത്തെ മുസന്തം പ്രാദേശിക ഗോത്രങ്ങളോട് നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അതുപ്രകാരം അവിടുത്തെ പ്രാദേശിക ഗോത്രങ്ങൾ ഒമാനിലെ സുൽത്താനെയായിരുന്നു അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം ഈ മദ്ഹക്കകത്തുള്ള നഹ്വ എന്ന സ്ഥലത്തിലെ കുറച്ച് ഗോത്രക്കാര് ഷാർജയിലെ ഒക്കാസിം കുടുംബത്തെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് മദ്ഹ ഇന്ന് ഒമാന്റെ എക്സ്ക്ലേവ് ആയിട്ടും നഹ്വ ഷാർജയുടെ കീഴിലുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒമാനും UAEയും തമ്മിലുള്ള വളരെ സൗഹൃദപരമായ ഒരു ബന്ധം കാരണം ഈ ഒമാന്റെ പ്രദേശത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഔദ്യോഗികപരമായിട്ടുള്ള ചെക്ക് പോസ്റ്റോ വിസയോ പാസ്പോർട്ട് നിയന്ത്രണമോ ഒന്നുമില്ല. നമുക്ക് യഥേഷ്ടം വളരെ ഫ്രീ ആയിക്കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് വരാൻ വേണ്ടി സാധിക്കും. മദ്ഹയിൽ തന്നെയുള്ള ഒരു ഫാം സന്ദർശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫാമിലെ കാഴ്ചകൾ ഇനി കാണിച്ചു തരാം. പണ്ടുമുതൽ തന്നെ ഈ നിവാസികള് കൃഷിക്ക് വളരെ പ്രാധാന്യം നൽകിയവരായിരുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈന്തപ്പനത്തോട്ടങ്ങളും അതുപോലെ തന്നെ മാവ്, പലതരം കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ള കുലച്ചു നിൽക്കുന്ന വാഴകൾ, ഇങ്ങനെ ഉൾപ്പെട്ട നിരവധി ഫാമുകൾ നമുക്ക് മദ്ഹയിൽ കാണാൻ വേണ്ടി സാധിക്കും. നേരം ഇരുട്ടായി തുടങ്ങി. പ്രധാന കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. പ്രൗൺസ് ആണ് സ്റ്റാർട്ടർ. ഈ കൊടും തണുപ്പിൽ ചാർക്കോളിന്റെ കനൽ ചൂടിൽ നല്ല ജ്യൂസിയായി ഗ്രില്ല് ചെയ്ത പ്രൗൺസ് ഒന്നൊന്നര സ്റ്റാർട്ടർ തന്നെയായിരുന്നു. അടുത്തത് ചിക്കൻ കബാബ്. ഇത് എന്റെയും ഷെമീലയുടെയും 3ാമത്തെ വരവാണ് ഇവിടത്തേക്ക്. മുകളിലുള്ള ഗേറ്റില് ഒരു വാഹനത്തിന് 20 ദിർഹം കൊടുത്ത് പിന്നെ ഇവിടേക്ക് പ്രവേശിക്കാം. പിന്നെ എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഇവിടെ കഴിയാം. 24 hours ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷോപ്പ്, കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയ, ഹൈക്കിംഗ് താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. വെള്ളത്തിൽ ചാടി കുളിക്കണമെങ്കിൽ അതുമാകാം. പക്ഷെ ഒരു കാര്യം മാത്രം, ഇന്റർനെറ്റ് ഇല്ല. പിന്നെ റോമിംഗ് എടുത്താൽ ആ സൗകര്യവും ഉണ്ടാകും. കുന്നിമണിച്ചെപ്പു തുറന്നെന്നി നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണ് പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്ന് പൊന്മുളമൻ കാതിലൂറും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണിച്ചെപ്പു തുറന്നെന്നി നോക്കും നേരം പിന്നിൽ വന്ന് കണ്ണു പൊത്തും തോഴനെങ്ങ് പോയി. ഗുഡ് മോർണിംഗ്. മദ്ഹയിൽ നിന്നും സുപ്രഭാതം. അപ്പോൾ രാവിലെയായി. ഒരു 4 മണിയോടുകൂടി ഉറങ്ങി ഞങ്ങളിതാ
വീണ്ടും 6:30 മണിയോട് സജീവമായിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷൈമി നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങളാണ്. ഇവിടെ ചെറിയൊരു കുഞ്ഞുമോൻ കിടന്നുറങ്ങുന്നുണ്ട്. എന്നിട്ടോ ഓക്കെ, ഇദ്ദേഹം ഇന്നലെ വെളിയിലാണ് കിടന്നുറങ്ങിയത്, ടെൻറ്റിലല്ല. ഇവിടെ സാമ്പാറിൻ്റെ ഒരുക്കങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയ ഷൈമി മോൾ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഗെറ്റിംഗ് റെഡി. ടുഡേ സ്പെഷ്യൽ കിച്ചൺ നേതൃത്വം കൊടുക്കുന്ന ഷൈമിയില്ല. ദോശ ഇടുകയാണോ? എന്താണ് സ്പെഷ്യൽ കുട്ടികളെ? ദോശ, സാമ്പാർ, ചെറിയ ദോശ വേണം, ആംലേറ്റ്. വലിയ ദോശ. ഓംലെറ്റ് ഉണ്ടോ? ആംലേറ്റ്. ഇന്നത്തെ ബാക്കി ചിക്കനോ? ചിക്കൻ അതില്ല, അത് ഉച്ചക്കത്തേക്കിന്. ആംലേറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ വേണ്ടി നമ്മുടെ കൊച്ചു കുട്ടി കാത്തിരിപ്പുണ്ട് ഇവിടെ. ചൂടോടെ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചൂടോടെ വേണമെങ്കിൽ വീട്ടിൽ പോക്കാൾ ഞങ്ങൾ കേട്ടോ. ലേറ്റ് ആയിട്ടല്ലേ വന്ന് കിടന്നതും. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അവർക്ക്. ഭയങ്കര അഭയം വരും കേട്ടോ. ഇല്ല, പോരട്ടെ പോരട്ടെ. വാവ്, എല്ലാവർക്കും വേണ്ടേ? സാമ്പാർ വിത്ത് ഹൗസ് ഇറ്റ്. അടിപൊളി. അടുത്ത മാസം നോമ്പും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫൈനൽ എക്സാമിനേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് ഈ വിന്ററിൽ ഞങ്ങളുടേത് അവസാനത്തെ ഓവർനൈറ്റ് ക്യാമ്പിംഗ് ആയിരിക്കാം. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.